നമ്മുടെ വിഷുവിന് ഇറങ്ങിയൊരു ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ മുന്നില് ബിരിയാണി, മന്തി വെച്ചിട്ടുള്ളൊരു ഫോട്ടോ. അപ്പൊ ഇത് കണ്ട സമയത്ത് ഞാനും വിചാരിച്ചു, "ഇതെന്ത് തേങ്ങേച്ചി ഇത് വെച്ചിരിക്കണേ" എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ ഞാൻ അതിനെ ചിന്തിച്ചു നോക്കി. ഞാൻ ആ സമയത്ത് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു അബദ്ധം പറ്റിയതായിരിക്കാന്നുള്ളത്. കുറേ പേര് അതിനെ വിമർശനങ്ങളായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റീസ് ആണെങ്കിൽ എല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരൊറ്റ ദേഷ്യത്തിന്റെ ഒരൊറ്റ വശത്തിലാണ് എടുത്തിരിക്കണത്. കൃഷ്ണന്റെ മുന്നില് മന്തി വെക്കും. കൃഷ്ണൻ അങ്ങനെ മന്തി കഴിക്കുവോ? ചിക്കൻ നോൺ കഴിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് കാണുമ്പോ. അതൊരു വർഗീയത മീൻസ് ഒരു ലഹള ഉണ്ടാക്കാനുള്ളൊരു ഹിന്റാണോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിൽ അതൊരു ആഭാസം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ മറ്റൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചു നോക്കി. മേ ബി ഈ ഹോട്ടൽ ഉടമ അതിന് മാപ്പ് പറഞ്ഞു. ഹോട്ടൽ ഉടമ പറഞ്ഞതുകൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ ആ ക്രിയേറ്റർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ക്രിയേറ്റർ ചിലപ്പോൾ കിളി പോയിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ കൃഷ്ണനാണല്ലോ ഈ വിഷുവിൻ്റെ പ്രധാന ഘടകം. അപ്പോൾ ആശ്ചര്യപ്പെട്ട് വെക്കുന്ന രീതിയിൽ ചിലപ്പോൾ ചെയ്തതായിരിക്കാം. അബദ്ധം കൊണ്ട് പറ്റിയതായിരിക്കാം മേ ബി. മേ ബി. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ എന്ത് സ്ഥാപനവും തുടങ്ങുമ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഹോട്ടലായിക്കോട്ടെ, ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ടാണ് തുടങ്ങുക. അങ്ങനൊരു സമർപ്പണമാവാം. പക്ഷെ അതൊരു മുസ്ലിം ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമായി. പിന്നെ ഒരു മന്തി ആയതുകൊണ്ടും പ്രശ്നമായി. തെറ്റ് അയാൾ അപ്പം തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. തെറ്റ് പറയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ബഹളം വയ്ക്കാം. പക്ഷെ തെറ്റ് പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, ക്രിയേറ്റ് ചെയ്തപ്പോൾ ആൾ ശ്രദ്ധിക്കാതെ വരുന്നൊരു കാര്യമാണെന്നുള്ള അതിനങ്ങനെ കണ്ടാൽ മതി. പക്ഷെ അതവിടെ തെറ്റാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാളവിടെ പറഞ്ഞ് എന്താ പറയുക, അഡ്മിറ്റ് ചെയ്തു ആ കാര്യം. അപ്പോൾ നമ്മളും അതിനെ അങ്ങനെ കാണണ്ടേ? അപ്പോൾ ഞാനതുകൊണ്ട് അതിനെ കൂടുതൽ അതിനെ ചിന്തിച്ചില്ല. ഒരു പക്ഷേ ക്രിയേറ്റർക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് മാത്രമേ ഞാനത് ചിന്തിച്ചുള്ളൂ. അതിൻ്റെ പിന്നിൽ കൂടെ നമ്മൾ തൂങ്ങുമ്പോഴാണ് ഒരു വട്ടം വാണിംഗ് കൊടുത്തു, അയാൾ മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് തെറ്റ് പറ്റിയത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പിന്നീട് ഒന്നും പറയാതിരുന്നത്. ഞാനും എല്ലാവരും ഇങ്ങനെ ചെയ്ത് 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 എല്ലാവരുടെയും മൈൻഡിലേക്ക് എത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയൊരു അഭിപ്രായമാണ് കേട്ടോ അത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.